ഹലോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ കുറേ നാൾ പ്ലാൻ ചെയ്ത് വെച്ച് ആ ഡേ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഗോവയ്ക്ക് ട്രിപ്പ് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഫൈനലി ആ ഒരു ഡേ എത്തി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് AC ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ട്രാവൽ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ആക്ച്വലി മുന്നേ ഒരു വട്ടം ഫ്ലൈറ്റിന് പോയേക്കാളും ഇഷ്ടമായത് ട്രെയിനിൽ പോയതാണ്. കാരണം ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ നമുക്ക് സൈറ്റ് സീയിങ് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് നമ്മുടെ വിൻഡോ അത്യാവശ്യം വലിയ വിൻഡോ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറേ ബീച്ചസ് ഇങ്ങനെ കുറേ ഇതുകൾ കാണാനായിട്ട് പറ്റും. സൈഡൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ആ ഒരു ഗോവ അടുത്തേക്ക് എത്തുമ്പോൾ ഭയങ്കര രസമാണ് കാണാനൊക്കെ ആയിട്ട്. ഫൈനലി നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവാണ്. എല്ലാവരും ഗോവയ്ക്ക് പോകുമ്പോൾ മെജോറിറ്റി മഡ്ഗോവനാണ് ഇറങ്ങാറ്. പക്ഷെ നമ്മൾ തിവിയമാണ് നോർത്ത് സൈഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. അപ്പോൾ നമ്മളുടെ കമ്പാർട്ട്മെൻറ്റ് കുറച്ച് ബാക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് തിരിച്ച് നടക്കാനുണ്ടായിരുന്നു ആ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക്. പിന്നെ നമ്മളൊരു ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് റെൻഡേ ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വോക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പോയി പിന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് കയറി. നമ്മൾ ട്രെയിനിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിപ്സും സ്നാക്സൊക്കെ കഴിച്ചിരുന്നു, പക്ഷേ ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറി. ഗോവയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും ഗോവൻ താലി കഴിക്കണം, അടിപൊളിയാണ്. സോ അവിടെ മെയിനായിട്ടുള്ളത് ഈ ഒരു റവ ഫിഷാണ്. അത് കിങ് ഫിഷ് ആയിരുന്നു. പല ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. നമ്മളവിടെ പോയോടത്ത് കിങ് ഫിഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്പൈസ് ഗോവ അങ്ങനെയായിരുന്നു ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് വന്നിട്ട്. നല്ലതായിരുന്നു. കുറേ സൈഡ്സ്, പ്രോൺസ് ഇതൊക്കെയുള്ള സൈഡ്സ് ഉണ്ടായിരുന്നു. ഒരു വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പയ്യെ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തെത്തി. സ്റ്റേ ചെയ്യണത് നമ്മളൊരു ബീച്ച് റിസോർട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ബാക്കിലായിട്ട് ബീച്ചാണ്. നമ്മളപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഒരു ഈവനിങ് ടൈമിലാണ് ഇറങ്ങിയത്. നമ്മൾ മോർജിം ബീച്ചിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. മോർജിം ബീച്ച് നിയർ ബൈ ആയിട്ടുള്ള റിസോർട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആക്ച്വലി ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ബീച്ചൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മോർജിം ബീച്ച് ഭയങ്കര അടിപൊളിയായിരിക്കും. ക്രൗഡഡ് ആയിട്ടുള്ള ബീച്ച് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ബാഗ ബീച്ചായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ. സോ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം. സോ സ്റ്റേ ചെയ്തോടത്തുനിന്ന് നമുക്കൊരു വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് നമ്മളുടെ ബീച്ചിലേക്കുള്ളൂ. സോ നൈറ്റൊക്കെ ആകുമ്പോൾ ഓഫ് കോഴ്സ് ഗോവ ഫുൾ ഓണാണ്. ആക്ച്വലി ഇവിടെ കഫേസൊക്കെ കുറച്ചുള്ളൂ. അതായത് മോർജിം ബീച്ച് അത്ര ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് ലിമിറ്റഡ് കഫേ ഓപ്ഷൻസ് ഒക്കെ ഉള്ളൂ. ഒരു 3-4 കഫേസൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അതായത് നമ്മളുടെ വോക്കബിൾ ഡിസ്റ്റൻസിൽ. പക്ഷേ ബാഗ ബീച്ചിലൊക്കെ ആണെങ്കിൽ ത്രൂ ഔട്ട് നമുക്ക് കുറേ കഫേസ് കാണാനായിട്ട് പറ്റും. സോ നമ്മളിവിടെ നിന്നോടത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോട്ടേജ് വേണ്ടവർക്ക് കോട്ടേജും അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് പറ്റും. സോ ഗോവൻ കഫേ ബീച്ച് റിസോർട്ട് എന്നായിരുന്നു നമ്മൾ നിന്ന സ്റ്റേക്കേഷൻ്റെ പേര്. നമുക്ക് കുറേ സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടംപോലെ റിസോർട്ട്സ് നമ്മളുടെ ഈ ബീച്ചിലേക്ക് വ്യൂ ചെയ്യുന്ന രീതിയിലുള്ള റിസോർട്ട്സ് ഉണ്ട്. അല്ലാതെയുള്ള കുറച്ച് ഡിസ്റ്റൻസിലുള്ളതും നമുക്ക് പല ഓപ്ഷൻസും അവൈലബിൾ ആണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് കിട്ടും. സോ ഇത് നമ്മളുടെ അവിടുത്തെ ഒരു കഫേയാണ്, അതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള കഫേയാണ്. സോ തൊട്ടപ്പുറത്ത് ബീച്ചാണ്.
സോ നമ്മൾ നമ്മുടെ ഡിന്നർ കഴിച്ചത് ഇവിടെ നിന്നാണ്, ഹംഗ്രി ഹിപ്പീസ്. ഇത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടെ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ, ബീച്ച് സൈഡ് തന്നെയാണ്. ഇവിടെ ഫുള്ള് ഫോറിനേഴ്സാണ്, കൂടുതലും റഷ്യൻസ് ഒക്കെ ആയിരുന്നു. അവിടുത്തെ അവരുടെ ഒരു ഫുഡ് മെനു അതൊക്കെ കറക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ് ഒരു പെയിൽ ഫ്ലേവറാണ്. അവിടുത്തെ ഒരു വൈബും ഇതന്നെ ഭയങ്കര ഒരു ഡിഫറെൻ്റാണ് ഫോറിനേഴ്സൊക്കെ ആയിട്ട്. സോ ഇതാണ് നമ്മളുടെ ഡേ 1. സോ നമുക്ക് ഇനിയുള്ള ഗോവൻ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.